ഈ വർഷം അവസാനത്തോടു കൂടി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. ബീഹാറിലേത് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ BJP സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ RJDയെ സംബന്ധിച്ചിടത്തോളമായാലും, RJD ആണ് അവിടുത്തെ പ്രതിപക്ഷം, പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ സഖ്യത്തോടു കൂടി നിൽക്കുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേതെന്ന് പറയുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും NDA അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം തമ്മിൽ ഒരു കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പല സർവേകളും പ്രവചിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഓട്ട്വൈവ് നടത്തിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക അഭിപ്രായ വോട്ടെടുപ്പ് സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വോട്ടർമാർ എന്താണ് ചിന്തിക്കുന്നതെന്ന് വിശദമായ ഒരു ചിത്രമാണ് ഈ സർവേ നൽകുന്നത്. ഈ സർവേയിൽ പങ്കെടുത്ത ഏകദേശം 50% പേർക്കും നിതീഷ് കുമാറിന്റെ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന തരത്തിലുള്ള ഒരു തോന്നലാണ് ഈ സർവേയിൽ വെളിപ്പെടുന്നത്. നിതീഷ് ഏകദേശം 20 വർഷമായി അധികാരത്തിലിരിക്കുന്നതിന്റെ സ്വാഭാവിക റിസൾട്ടാണ് ഉയർന്ന ഭരണവിരുദ്ധ വികാരം എന്നുള്ളതും NDAയ്ക്കും സഖ്യത്തിനും ഏകദേശം 32 മുതൽ 35% വീതം ശക്തമായ വോട്ട് അടിത്തറയുണ്ട്. തീരുമാനമെടുക്കാത്ത 12% വോട്ടർമാരിൽ നിന്നായിരിക്കും ഈ മാറ്റം എന്നുമുള്ളതാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത്. ബീഹാറിലെ ഭരണവിരുദ്ധ വികാരം 4 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി, സർക്കാർ, പ്രാദേശിക MLAമാർ, ഭരണ സംവിധാനം എന്നിവയ്ക്കെതിരെ വിശാലമായ സർക്കാരിനെതിരായ വികാരം ഈ സർവേയിൽ പ്രതിഫലിക്കുന്നു. രസകരമെന്ന് പറയാം, 18 മുതൽ 44 വയസ്സിനിടയിലുള്ളവരിൽ ഭരണവിരുദ്ധ വികാരം 45% മുകളിലാണ്. എന്നാൽ പ്രായമായവരിൽ ഇത് കുറഞ്ഞാണ് കാണുന്നത്. ബീഹാറിന്റെ വികസനത്തിന് വോട്ടർമാർ കൂടുതൽ വിശ്വസിക്കുന്നത് ഏത് പാർട്ടിയെയാണ് എന്നുള്ള ചോദ്യം. ഇന്ത്യ ബ്ലോക്ക് NDAയേക്കാൾ അല്പം പിന്നിലാണ് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് NDAയ്ക്ക് 36%-ലധികം പിന്തുണയും ഇന്ത്യ സഖ്യത്തിന് 35%-ലധികം പിന്തുണയുമാണ്. ചെറിയ തോതിലുള്ള വ്യത്യാസമാണ് NDAയ്ക്ക് മേൽക്കൈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സർവേയിൽ. എന്നാൽ ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജൻസുരാജിന് 10% പിന്തുണയുണ്ട് എന്നതാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്നവരിൽ 18 മുതൽ 24 വയസ്സ് വരെയുള്ള ആ കണക്ക് 21%-ആയി ഉയരുന്നു. ഡിജിറ്റൽ പ്രാവീണ്യമുള്ള യുവാക്കൾക്കിടയിൽ ജൻസുരാജിന് കാര്യമായ സ്വാധീനമുണ്ട്. ഇതിന് വിപരീതമായി 25 മുതൽ 44 വയസ്സ് പ്രായമുള്ള വോട്ടർമാരിൽ നിന്നാണ് മഹാഗഡ്ബന്ധന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. അതേസമയം പെൻഷൻ പോലുള്ള പദ്ധതികൾ കാരണം മുതിർന്ന പൗരന്മാർക്കിടയിൽ NDAയ്ക്ക് വളരെ വലിയ തോതിൽ തന്നെ നേട്ടമുണ്ടായിട്ടുണ്ട്, സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും സീറ്റ് തിരിച്ചുള്ള മത്സരങ്ങൾ അന്തിമ ഫലം തീരുമാനിക്കുമെന്നുമാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് തന്നെ. ജൻസുരാജ് പ്രതിപക്ഷത്തിന് ഒരു കൊള്ളയടിയാണോ എന്നുള്ള ചോദ്യം അതെ എന്നുള്ള ഉത്തരമാണ് വന്നിരിക്കുന്നത്. അതായത് ജൻസുരാജ് ഭരണവിരുദ്ധ വോട്ടുകൾ വിഭജിക്കുകയാണ് ചെയ്യുന്നതെന്നും ഒരു മൂന്നാം ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ 10% പിന്തുണയിൽ ഭൂരിഭാഗവും ഇന്ത്യ ബ്ലോക്കിലേക്ക് പോകുമായിരുന്നു എന്നും പറയുന്നു. എന്നാൽ പ്രശാന്ത് കിഷോർ സർക്കാരിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ട് NDA വിരുദ്ധ വികാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മഹാസഖ്യത്തിന് ചിലപ്പോൾ ഗുണം ചെയ്തെന്ന് വരും. പക്ഷേ ഒരു വിള്ളൽ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാലും ആശയപരമായ തലത്തിൽ തേജസ്വി യാദവിന്റെ സഖ്യത്തിന്, പ്രത്യേകിച്ച് യുവ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രവേശനം ഒരു അവസര നഷ്ടമായാണ് കാണുന്നത് എന്നുള്ളതും വ്യക്തമാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം 50% പേർ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് തിരിച്ചറിയുന്നു. 18 മുതൽ 24 വയസ്സ് പ്രായമുള്ളവരിൽ 53% പേർക്ക് ഈ രീതിയിൽ തോന്നിയെന്നും 25 മുതൽ 34 വയസ്സ് പ്രായമുള്ളവരിൽ ഇത് 58%-ആയി ഉയരുന്നു എന്നും പറയുന്നു. NDAയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ വീണ്ടും BJP ഉയർത്തിക്കാട്ടണോ എന്നുള്ള ചോദ്യം. ഇതിന്റെ റിസൾട്ട് സമ്മിശ്രമാണ്. ഏകദേശം 24%-ലധികം പേർ അതെ എന്നും അദ്ദേഹം നല്ല ജോലി ചെയ്തു എന്ന് പറയുന്നു. മറ്റൊരു 23%-ലധികം പേർ അതെ എന്ന് പറഞ്ഞു, കാരണം BJPക്ക് മറ്റു മാർഗമില്ല. എന്നാൽ 33%-ലധികം പേർ BJP അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. അടുത്ത മുഖ്യമന്ത്രിയായി വോട്ടർമാർ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേജസ്വി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. അതായത് 32%-ലധികം പേർ തേജസ്വിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. നിതീഷ് കുമാറിന് 25% പേരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രശാന്ത് കിഷോറിന് 12%-ലേറെയും വോട്ടുകൾ നേടി മുന്നിലാണ്. ചിരാഗ് പാസ്വാന് 9%-ലധികം വോട്ടുകളാണ് ലഭിച്ചത്. തേജസ്വി തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നതും ഈ ഒരു ഘട്ടത്തിൽ. എന്നിരുന്നാലും മുഖ്യമന്ത്രി മുഖം പല ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. പാർട്ടി വിശ്വസ്തത, സ്ഥാനാർത്ഥി പ്രശസ്തി, ജാതി, പ്രധാനമന്ത്രിയുടെ
പാർട്ടിയുടെ പ്രതിച്ഛായ എന്നിവയും വോട്ടർമാർ പരിഗണിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 10 മുതൽ 15% വോട്ടർമാർ മാത്രമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തെക്കുറിച്ച് വോട്ടർമാർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അനധികൃത വോട്ടർമാരെ ഇല്ലാതാക്കാനുള്ള നീക്കമാണിതെന്ന് ഏകദേശം 34% പേർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും 27% പേർ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നു. 14% പേർ ഈ ഒരു റിസൾട്ടിൽ കൃത്രിമം കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് സംശയിക്കുന്നു. 15% പേർ മാത്രമാണ് ഇതൊരു പതിവ് പരിപാടിയായി കാണുന്നത്. ഏകദേശം 40% വോട്ടർമാർ സമയത്തെക്കുറിച്ചോ ഉദ്ദേശത്തെക്കുറിച്ചോ സംശയാലുക്കളാണ്. ഈ ഒരു വോട്ട് വൈബിൻ്റെ സർവേയിൽ ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്തായാലും ബീഹാറിൽ നടക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ശകലം മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് NDAയ്ക്കുള്ള പിന്തുണയാണ് എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഏകദേശം 36% പേർ ബീഹാറിൽ NDAയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, ഈ പറയുന്ന തരത്തിൽ അവിടെ വികസനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും NDAയ്ക്ക് തന്നെയാണ് 36% പേർ പിന്തുണ നൽകിയിരിക്കുന്നത്. തൊട്ടു പിന്നിലായിട്ട് ഇന്ത്യ സഖ്യം, അതായത് 35% വോട്ടുകളും നേടിയിട്ട് ഇന്ത്യ ബ്ലോക്ക് തൊട്ടു പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഒരു വലിയ പോരാട്ടം ബീഹാറിൽ നടക്കാൻ പോകുന്നു. ആ പോരാട്ടത്തിൽ ആര് വിജയിക്കും ആര് വീഴും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നിലവിലത്തെ സർക്കാർ തുടരുമോ, വീണ്ടും അവിടെ NDA സർക്കാർ വരുമോ, അതല്ല ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വലിയൊരു അട്ടിമറികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ബീഹാർ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. ആ അട്ടിമറിയിൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.